ഹലോ ഡിയർ ആസ്പിരൻസ്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ SCRTയിൽ ഉണ്ടാവുന്ന ഈ ചോദ്യങ്ങൾ തേടിപ്പോയാൽ നമുക്ക് SCRT എന്ന് കാണുന്ന കുറച്ച് കണ്ടന്റുകളും റിലേറ്റഡ് ഫാക്റ്റും ഒക്കെ അടങ്ങുന്ന ഒരു സെക്ഷനാണിത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാതെ തന്നെ ആദ്യം തന്നെ നമുക്കൊരു ചോദ്യം നോക്കാം. ഒരു വളരെ ചെറിയൊരു ചോദ്യമാണ് അല്ലേ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ചെറിയൊരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? ഇങ്ങനെ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. ഇത് വളരെ സിമ്പിൾ ആയി പോയല്ലോ. കുറച്ചൊക്കെ കൂടി പോയില്ലേ, കുറഞ്ഞു പോയില്ലേ. ഓക്കെ, നമുക്ക് പഠിച്ചു തുടങ്ങിയ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒന്നാണ്. ഇന്ത്യയുടെ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത്. അപ്പം അപ്പം അത് നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 49 നമ്മൾ ഏകദേശം നമ്മളെ വർക്കുകളൊക്കെ കഴിയുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് ഉണ്ടായ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് തന്നെ. ഭയങ്കര കോംപ്രഹെൻസീവ് ആയിട്ട് ഒരുപാട് ടൈം എടുത്തുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് അതിൻ്റെതായ ഒരു വലിപ്പവും അതിൻ്റെതായ ഒരു കണ്ടന്റ് ഒരുപാടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു നമ്മളത്. അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് മനസ്സിലാകുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എഴുതപ്പെട്ട, കേട്ടോ, നമുക്ക് നോട്ട് ചെയ്യണം, എഴുതപ്പെട്ട, അവിടെയാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കഷൻ മുന്നോട്ട് പോകുന്നത്. എഴുതപ്പെട്ട എന്ത് ചെയ്യുന്നത് ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണ്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ നമുക്ക് അറിഞ്ഞിരിക്കണം. SCRT കണ്ടന്റിലേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ അവിടെ എന്ത് പറയുന്നത്, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണ്. നമുക്ക് വലിയ ഡൗട്ട് ഒന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ കുറച്ച് വ്യത്യാസം എന്ന് പറയും, എഴുതപ്പെടാത്ത ഭരണഘടനയും നമുക്ക് ലോകത്തുണ്ട്. എഴുതപ്പെടാത്ത എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു ഫോർമലി നമ്മളൊരു ബുക്കായിട്ട് എഴുതുന്നില്ല, ഒരു ബുക്ക് പോലെ. ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പലപ്പോഴും ചിത്രങ്ങളിലൊക്കെ അവിടെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഒരു ഫോർമലായിട്ട് എന്തില്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഓക്കെ. എന്നാൽ ഇൻഫോർമൽ വേയിൽ നമുക്ക് എന്തൊക്കെ പറയാം, ഒരു നിയമങ്ങളും ചട്ടങ്ങളും, അല്ലെങ്കിൽ രാജശാസനകൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പം ഒരു ഒരു ബ്രിട്ടനിൽ എഴുതപ്പെടാത്തതാണ്. അപ്പം ബ്രിട്ടനിൽ അധികം എങ്ങനെയാണെന്ന് വെച്ചാൽ, ബ്രിട്ടനിൽ ഉണ്ടാവുന്ന കോർട്ടുകൾ അല്ലെങ്കിൽ അവിടുത്തെ കോടതികൾ ഓൾറെഡി പുറപ്പെടുവിച്ച വിധികൾ ഉണ്ടാവും. ആ വിധികൾ എന്ത് ചെയ്യും, അത്തരത്തിൽ വിധികളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് പരിഗണിക്കും. അതിൽ പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് പരിഗണിക്കും. അപ്പൊ അങ്ങനെയാണ് അവിടെ നമ്മൾ അർത്ഥമാക്കുന്നത്. അല്ലാതെ എന്തെല്ലാം അവിടെ ആരും എഴുതി വെക്കാതെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് എന്നല്ല നമ്മൾ ചിന്തിക്കണം. നമ്മൾ അങ്ങനെ ചിന്തിക്കണം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതെന്തല്ല, ഒരു ഫോർമൽ വേയിൽ ഒറ്റൊരു ബുക്കായിട്ടോ അല്ലെങ്കിൽ ഒറ്റൊരു ക്രോഡീകരിച്ച ഒന്നായിട്ടൊന്നല്ല. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് എഴുതപ്പെടാത്ത ഭരണഘടന എന്ന് വെച്ചാൽ അവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? നിയമങ്ങളും ചട്ടങ്ങളുമാണ്, പിന്നെ ശാസനകളാണ്, കോടതി വിധികളാണ്, ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും, ഇതെല്ലാം കൂടിയാണ് നമ്മൾ എഴുതപ്പെടാത്ത ഭരണഘടന എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലാക്കി വേണം. CRT പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതവിടെ മനസ്സിലാക്കി വെക്കുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, എഴുതപ്പെട്ട ഭരണഘടനയും എഴുതപ്പെടാത്ത ഭരണഘടനയും നമ്മൾ തിരിച്ചറിയണം, നിർബന്ധമാണ്. PYക്ക് വേറെ ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്താണ്, ഒന്ന് ബ്രിട്ടനാണ് എന്ത് എഴുതപ്പെടാത്ത ഭരണഘടനകളെ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് ബ്രിട്ടനാണ്. മറ്റൊന്ന് ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്. ഓക്കെ. ഇവയാണ് നമ്മുടെ എഴുതപ്പെടാത്ത ഭരണഘടന എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. നിർബന്ധമായിട്ടും ഈ 4 പഠിച്ചു വെക്കണം: ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്. ഓക്കെ. എന്നാൽ എഴുതപ്പെട്ട ഭരണഘടനയുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. നിങ്ങൾക്ക് ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ബാക്കിയുള്ളവ എലിമിനേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എഴുതപ്പെടാത്തത് ഏതൊക്കെയാണെന്ന് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ഇന്ത്യയുടെ ഇതുണ്ട്, നമുക്ക് എഴുതപ്പെട്ട ഏറ്റവും വലുതാണ് എന്ന് നമുക്ക് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഏറ്റവും വലുതാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ അമേരിക്കൻ ഐക്യനാടുകളുടെ, അതായത് യുടെ ഭരണഘടന. ദെൻ ഓസ്ട്രേലിയയുടെ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക. ഇതൊക്കെയാണ് എഴുതപ്പെട്ട ഭരണഘടന. ഇതിൽ കൂടുതൽ എഴുതപ്പെട്ട ഭരണഘടന നമുക്ക് വേണമെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്ത് നമുക്ക് കൂടുതൽ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ SCRT കൊടുത്ത് ഇവ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും കൂടി പ്രാധാന്യം കൂടുന്നുണ്ട്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് ഒരു ആദ്യ ഫേസിൽ വന്ന ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ. ഈ മോഡേൺ വേൾഡിലേക്ക് നമ്മളൊക്കെ ഇൻസ്പയർ ചെയ്ത ഏറ്റവും നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടേതാണ്. അപ്പോൾ അത്രയും ഓർത്ത് വെക്കുക. അപ്പോൾ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ ഈസി ആണെന്ന് എനിക്കറിയാം, പക്ഷെ ആ ക്വസ്റ്റ്യൻ്റെ സോഴ്സ് തേടി പോകുമ്പോൾ നമുക്ക്
ഇതല്ലാതെ നമുക്ക് ഇതിന് മുമ്പേ പോപ്പുലർ ആയിട്ടൊരു ചോദ്യമാണത്. പക്ഷേ ഈ ഭാഗം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് എഴുതപ്പെടാത്തത്, ഏതൊക്കെയാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ, ന്യൂസിലാൻഡ്, ഇവയൊക്കെയാണ് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത്. അപ്പം എന്താണ് എഴുതപ്പെടാത്തതെന്ന് നമ്മൾ നോക്കിയില്ലേ. ഓക്കെ, ഇനി SCERT കൊടുത്ത മറ്റ് ഭരണഘടനയുടെ മറ്റ് ഫീച്ചേഴ്സ് നമുക്കറിയണം. എന്താണ് ഭരണഘടനയുടെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, ഓക്കെ, നമ്മൾ പറഞ്ഞു. അതായത് 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണത്. ഓക്കെ, സമഗ്രവും വിപുലവും. അപ്പോൾ 1.5 ലക്ഷം കൊണ്ട് ഏകദേശം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിൽ അബദ്ധവശാൽ വന്നു പോയാൽ നമുക്ക് എന്ത് ചെയ്യണം? 1.5 ലക്ഷത്തോളം. ഓക്കെ, ദെൻ രാജ്യത്തിന്റെ വൈവിധ്യവും എന്താണ് വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കമാണ്. അപ്പോൾ അത് ഏറ്റവും വലുതാവാനുള്ള ഒരു കാരണമാണ് അവിടെ പറയുന്നത്, റീസൺ ആണ്. അത്രയും വലിയൊരു വൈവിധ്യമുള്ളൊരു രാജ്യമൊക്കെ ആയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ അത്രയും ലാംഗ്വേജസ് അതിൽ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും ഫെഡറലിസം എന്നുള്ള ആശയം ഉൾപ്പെടുന്നുണ്ട്. അപ്പം അതിനു വേണ്ടി കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത്. ദെൻ പാർലമെന്ററി സംവിധാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാർലമെന്ററി സംവിധാനമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർലമെന്ററി സംവിധാനമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ദെൻ ദൃഢവും അയവുള്ളതും, അതായത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്നൊക്കെ പറയും നമ്മൾ. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ, അതായത് ചില അമെൻമെന്റുകൾ നടത്താൻ നമുക്ക് കുറച്ച് ഈസിയാണ്, ചിലത് അമെൻമെന്റ് നടത്താൻ നമുക്ക് കുറച്ച് ചില തിരുത്തലുകൾ വരുത്താൻ കുറച്ച് ടഫാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യും, ദൃഢവും അയവുള്ളതും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത്. ദെൻ നമ്മൾ പറയുന്നു മൗലികാവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ദെൻ മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. വിശദമായിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ദെൻ ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭ, രാജ്യസഭയും ലോക്സഭയുമുള്ള, അതെയാണ് ദ്വിമണ്ഡലം ഉദ്ദേശിച്ചത്. ഉപരിസഭ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തുണ്ട്, രാജ്യസഭയുണ്ട്. ദെൻ കീഴ്സഭ അല്ലെങ്കിൽ താഴ്ന്ന സഭ, അധോസഭ എന്നാണ് പറയുന്നത്. അധോസഭ, ലോകസഭയുണ്ട്. നമുക്ക് വിശദമായിട്ട് പിന്നീട് എന്താ സെപ്പറേറ്റ് അതൊക്കെ പഠിക്കാവുന്നതാണ്. ഇപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ദ്വിമണ്ഡല സഭയാണ്. ദ്വിമണ്ഡല സഭ എന്ന് പറയുമ്പോൾ എന്തോ വലിയ എന്തോ ആണെന്ന് ആലോചിക്കേണ്ട. ദ്വിമണ്ഡല എന്ന് ഉദ്ദേശിച്ച് 2 സഭകളുണ്ട് എന്നേ ഉദ്ദേശിച്ചുള്ളൂ. രണ്ട് അത്രയേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ദ്വിമണ്ഡല, ബൈക്യാമറലിസം എന്ന് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയും അല്ലെ. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ചിലപ്പം ബുദ്ധിമുട്ടാകും. നമ്മൾ എന്താണ് ശക്തമായ, അതായത് നമ്മൾ ഫെഡറലിസം നമുക്കുണ്ട്. ഫെഡറലിസം പറയുമ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഫെഡറൽ എന്ന് പറഞ്ഞ ടേം ഉപയോഗിച്ചില്ല എന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇപ്പോൾ ഫെഡറലിസം പറയുമ്പം ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെങ്കിൽ പോലും അവിടെ ശക്തമായ കേന്ദ്ര ഗവൺമെന്റ് ആണ്. അതായത് സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും, അവരുടെ ലിസ്റ്റുകളെ കണക്കെടുത്ത് നോക്കിയാലും, അധികാരങ്ങൾ എടുത്ത് നോക്കിയാലും, എന്തെങ്കിലും തർക്കം വന്നാൽ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ എന്തെങ്കിലും തർക്കം വന്നാൽ പോലും അവിടെ വെയിറ്റേജ് കൂടുക അല്ലെങ്കിൽ ഒരു ഡൊമിനേഷൻ കൂടുക ആർക്കാണ്? നമ്മളെ കേന്ദ്ര ഗവൺമെന്റിന്. അപ്പൊ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരം വേർതിരിച്ചിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ മേൽക്കൈ നൽകുന്നത് ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ്, കേന്ദ്രത്തിന് ഒന്നുകൂടി കൂടുതൽ വെയിറ്റേജ് നൽകുന്നുണ്ട് എന്നവിടെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇത് ഞാൻ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, നമ്മളെ സുപ്രീം കോടതിനെയൊക്കെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മൾ നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഓക്കെ, ഇതൊക്കെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ അത്രയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏതാണ്? നമ്മൾ പ്ലാൻ എന്ന പദ്ധതി ഉദ്ദേശിച്ച പ്ലാൻ ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഏതാണ് ബ്രിട്ടീഷ് പദ്ധതി? അപ്പൊ നമുക്ക് ഓപ്ഷനിൽ ഇത് ഒരു PYQ തന്നെയാണ്. ഓക്കെ, PYQ തന്നെയാണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നമുക്ക് ക്യാബിനറ്റ് മിഷൻ എന്ന് നൽകിയിട്ടുണ്ട്, സൈമൺ കമ്മീഷൻ നൽകിയിട്ടുണ്ട്, മൗണ്ട് ബാറ്റൻ പദ്ധതി, ദെൻ ക്രിപ്സ് മിഷൻ. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാം, പക്ഷെ ഒരിക്കലും ഇത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. സൈമൺ കമ്മീഷൻ എൻ്റയർലി നമ്മൾ ഈ പറയുന്ന ഭരണഘടന രൂപീകരിക്കാൻ അല്ലെങ്കിൽ നിർമ്മാണ സമിതി രൂപീകരിക്കാനുള്ള റെക്കമെൻഡേഷനുമായി വന്ന ആ കാലഘട്ടത്തിലുള്ള കമ്മീഷനൊന്നുമല്ല. 1927 വന്ന ഒരു കമ്മീഷനാണ്. അപ്പം അതുകൊണ്ട് ഇത് ഈ കാലഘട്ടവുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം അതുകൊണ്ട് അതൊന്ന് മാറ്റി നിർത്തണം നിങ്ങൾ. അതൊരിക്കലും പോയത്. എന്നാൽ മറ്റ് ബാക്കിയുള്ളവ എടുത്ത് നോക്കിയാൽ ക്രിപ്സ് മിഷനും മൗണ്ട് ബാറ്റനൊക്കെ ഈ ഒരു ഏജിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് അതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവണം എന്നല്ല പറയുന്നത്, നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അപ്പം എന്താണ് ക്ലാരിറ്റി? നമ്മളെ ക്ലാരിറ്റി ഇതാണ്, ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കാൻ ഒരുപാട് റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് കമ്മിറ്റികൾ റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിൽ നമ്മൾ ഫൈനലി വന്ന് സ്വീകരിച്ചത് നമ്മൾ ക്യാബിനറ്റ് മിഷനാണ്. ഏതാണ്? ക്യാബിനറ്റ് മിഷനാണ്.
ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം ക്യാബിനറ്റ് മിഷനാണ് എന്ത് ചെയ്തത്, ക്യാബിനറ്റ് മിഷനാണ് നമ്മൾ എന്ത് ചെയ്തത് സ്വീകരിച്ചത്. അപ്പം മറ്റുള്ളവയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സൈമൺ കമ്മീഷൻ 1927 വന്നു. നമ്മൾ സൈമൺ ഗോബാക്ക് എന്നൊക്കെ പറയുന്ന ഇൻസിഡന്റ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം സൈമൺ കമ്മീഷൻ ഉണ്ടായിരുന്നു 1927 ദെൻ ഓഗസ്റ്റ് ഓഫർ ആദ്യം വന്നത് നമുക്ക് ഓഗസ്റ്റ് ഓഫർ ആയിരുന്നു. ഓഗസ്റ്റ് ഓഫറാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് ആദ്യം വന്ന ഇതായിരുന്നു ഓഗസ്റ്റ് ഓഫർ. പക്ഷെ നമ്മളത് അംഗീകരിച്ചില്ല. 1940 വന്ന ഓഗസ്റ്റ് ഓഫർ. ദെൻ മൗണ്ട് ബാറ്റൺ പദ്ധതി വരുന്നത്, അല്ല അതിന് മുമ്പ് വരുന്നത് ക്രിപ്സ് മിഷനാണ് 1942. 40 ഓഗസ്റ്റ് ഓഫർ, ദെൻ ക്രിപ്സ് മിഷൻ 1942. പക്ഷെ അത് നമ്മൾ സ്വീകരിച്ചില്ല. ദെൻ പിന്നീട് വന്നതാണ് നമ്മൾ ഈ പറയുന്ന എന്ത് ചെയ്തത്, ഈ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാബിനറ്റ് മിഷൻ പിന്നീട് വരുന്നതാണ് 46-ലാണ് കേട്ടോ. 46-ലാണ് നമ്മളെ ക്യാബിനറ്റ് മിഷൻ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൗണ്ട് ബാറ്റൺ പദ്ധതി നമ്മൾ ഈ പറയുന്ന നമ്മളെ ഭരണം കൈമാറുന്ന സമയത്തെയാണ് നമ്മൾ മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, മൗണ്ട് ബാറ്റൺ പദ്ധതി വേണ്ട നിങ്ങൾ ഈ ഡേറ്റും കൂടി പഠിച്ചു വെച്ചോളൂ. 1946 ഏതാണ്, മെയ് 16-നാണ് കേട്ടോ. മെയ് 16-നാണ് ഈ ക്യാബിനറ്റ് മിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. മാർച്ച് 24-ലാണ് അവർ ഇന്ത്യയിൽ എത്തുന്നത്. മാർച്ച് 24-ലാണ് ഇന്ത്യയിൽ എത്തുന്നത്. മെയ് 16-നാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. സോ അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്ന ഇയറുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് എന്താണ്, ക്യാബിനറ്റ് മിഷൻ തന്നെ ഒന്നുകൂടി ഡീപ്പിലേക്ക് ഒന്ന് നോക്കാവുന്നതാണ്. 3-അംഗ സമിതിയായിരുന്നു, അതായത് 3-അംഗ സമിതിയായിരുന്നു നമ്മളെ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്താണ് ഇവിടെ പറയുന്നത്, ആവശ്യം ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചു എന്നുള്ള, അതായത് നമ്മൾ ഭരണഘടന രൂപീകരിക്കാമെന്ന് പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാമെന്ന് പറയുന്ന ആവശ്യം ഫൈനലി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കമ്മിറ്റി അംഗീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ, നമ്മൾ ചെയർപേഴ്സൺ ചെയർമാൻ എന്ന് പറയുന്ന അതിന്റെ ഹെഡായിട്ട് നിന്ന് ലോർഡ് പാത്രിക് ലോറൻസ് ആണ് ഒന്നാമത്. ദെൻ സർ സ്റ്റാൻഫോർഡ് ക്രിപ്സ് ആണ് മറ്റൊന്ന്. അദ്ദേഹം നമ്മൾ മുമ്പ് ക്രിപ്സ് മിഷനിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു. AV അലക്സാണ്ടർ. ഇങ്ങനെ 3 പേരാണ്. 3 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 പേരുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ 3 പേരുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ചെയർഡ് ചെയ്ത ആരാണ്, അല്ലെങ്കിൽ അതിന് ചെയർപേഴ്സൺ എന്നുള്ള പൊസിഷനിൽ ഏറ്റവും ഹെഡായിട്ട് നിൽക്കുന്ന ആരാണ്, പിന്നെ ബാക്കി 2 പേരാരാണ് എന്നുള്ളത് നോക്കി വെക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇത് നമ്മൾ എന്താണ് 28-ൽ സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആണ്. 27-ലാണ് നമ്മൾ എന്ത് ചെയ്തത്, സൈമൺ കമ്മീഷൻ വന്നത്. സൈമൺ കമ്മീഷനിൽ ആരും തന്നെ ഇന്ത്യക്കാർ റെപ്രസെന്റേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് ഇന്ത്യൻ ഇന്ത്യൻ ഈ നാഷണൽ മൂവ്മെന്റ് ഭാഗമായിട്ടുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് ഇതിനെ എതിർത്തിരുന്നു. അതിൽ എതിർത്ത പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ലാലാ ലജ്പത് റായ്. അദ്ദേഹം ഇങ്ങനെ ഒരു സമരത്തിനിടയിൽ അദ്ദേഹത്തിന് ലാത്തി കൊണ്ട് ഒരു അടിയേൽക്കുകയും പിന്നീട് അദ്ദേഹം ഗുരുതരമായിട്ട് ആ പരിക്ക് മൂലം മരിക്കുകയും സംഭവിച്ചു. ഏതാണ് 28-ലാണ് മരണം സംഭവിക്കുന്നത്. ഇതിനെ തുടർന്ന് നമ്മൾ ഭഗത് സിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഭഗത് സിംഗും ശിവറാം രാജ്ഗുരുവും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, അന്ന് ആ ഒരു ആക്രമണത്തിന് എന്താണ് അടിച്ച പോലീസുകാരനെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതായത് ഉത്തരവിട്ടവരെയും എന്തിനു കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ആ ഇയർ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പ്രത്യേകം എടുത്ത് പറഞ്ഞു നോക്കും. ആ ഇൻസിഡന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക.